സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 99 ആടുകളെയും താഴെ നിർത്തിയിട്ട് ഒരാടിൻ്റെ പുറകിൽ പോയെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കാറുണ്ട്. യേശു എന്തിനാണ് ആ ഒരു ആടിൻ്റെ പുറകിൽ പോയത്? അല്ലെങ്കിൽ ഈ 99 ആടുകളും ചിതറിപ്പോകുന്നൊരു ഭയം യേശുവിനുണ്ട്? അതുമില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഒരുമിച്ച് നിന്ന പാസ്റ്റർമാരെ, ഒരുമിച്ച് നിന്ന വിശ്വാസികളെ ഓരോ കാരണത്താൽ തെറ്റിച്ച് അവരുടെ അകത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ സ്തോത്രം ഒരുമിച്ചിരുന്ന് പ്രാപിച്ചെടുത്ത അഭിഷേകത്തെ സ്തോത്രം ചാമ്പലാക്കി കളഞ്ഞു. കനലായി കിടന്ന ആ തീയെ ചാമ്പലാക്കി കളഞ്ഞു. അത് സാത്താൻ്റെ വളരെ തന്ത്രപരമായി സ്തോത്രം ചെയ്തു കളഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ജോസഫ് അറിയാത്ത ഒരു രാജാവ്, ഒരു ഫറവോനുണ്ടായി. ആ പുറപ്പാട് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ഇവർ പെരുകും, ഇവർ നമ്മുടെ ശത്രുക്കളുടെ കൂടെ കയറിപ്പോയാൽ നമ്മുടെ തോപ്പിക്കും, അവർ ഈ ദേശം വിട്ടു പോകും. ഒരു രാജാവ് സ്തോത്രം വരുമ്പോൾ താൻ ആദ്യം നോക്കുന്ന തൻ്റെ സീറ്റിൽ എങ്ങനെ ഇരിക്കാം എന്നാണ്. പക്ഷേ ഇവിടെ ഈ സ്തോത്ര ഫറവോൻ വന്നിട്ട് അങ്ങനെ ആദ്യം ശ്രദ്ധിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ പെരുപ്പം. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിന്നോട് പറയുന്ന, നീ 2022, 2023 സ്തോത്രം ആ വർഷങ്ങളിൽ എത്ര സ്തോത്രം കൂട്ടുകാർ നിനക്ക് ഉണ്ടായിരുന്നു, എത്ര ആത്മീയർ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു? നീ 2024 ആ ആത്മീയരെവിടെ? നിന്നെ ആത്മാവിൽ കൈ ഉയർത്തി സ്തോത്രം കൈ പിടിച്ച് ഉയർത്തി നടത്തിയ ആ സ്തോത്രം ആ ആത്മീയർ ഇന്നെവിടെ? നിനക്ക് അവരുമായിട്ട് എന്ത് പ്രശ്നം? എങ്ങനെ ആ പ്രശ്നം ഉടലെടുത്തു? അന്ന് അവരുമായി കൈകോർത്തിരുന്നു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സഭകളിലൊക്കെ പോയി സ്തോത്രം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പ്രസംഗിച്ച ആ ഒരു തീഷ്ണത ഈ 2024 വന്ന അതുണ്ട്. കാരണം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ 99 ആടുകളും സ്തോത്രം അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്തുകൊണ്ട്? നല്ലൊരു ഇടയൻ അവരുടെ മുമ്പിലുണ്ടായതുകൊണ്ട്. ഹല്ലേലൂയ. കാരണം 2025 നീ ഒറ്റപ്പെട്ടു പോകരുത്. ഏതെല്ലാം സ്തോത്രം ആത്മീയ ലെവലിൽ നിനക്ക് വളരാൻ പറ്റുമോ ആ ലെവലിലേക്ക് നീ താഴ്ന്നിറങ്ങണം. എങ്ങനെ? പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും നീ താഴ്ന്നിറങ്ങി ആ ചാമ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കനലെങ്കിലും കാണാതിരിക്കില്ല. നീ അതിനെ ഊതി കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം നിന്നോടൊപ്പം നിന്ന പാസ്റ്റേഴ്സുകൾ, നിന്നോടൊപ്പം നിന്ന വിശ്വാസികൾ അവർ മടങ്ങി നിൻ്റെ അടുക്കൽ വരും. എന്ത് കാരണം? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. സ്തോത്രം ആ പുറപ്പാട് നമ്മൾ വായിക്കുമ്പോൾ 1ഉം 2ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ അതിന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ ജനത്തെ നമ്മൾ വിവേകത്തോടു കൂടി പെരുമാറണമെന്നാണ് പറയുന്നത്. അതിൽ അവരുടെ ജോലിയുടെ വിഷയം തന്നെയാണ് ആ ഫറവോൻ കയ്യിലെടുത്തിട്ട് അവരെ കഠിനമായി അധ്വാനത്തിൽ കഠിനമായി അവരുടെ മനസ്സിനെ വല്ലാതെ മുറുക്കത്തക്ക നിലവാരത്തിൽ. എന്ത് കാരണം? നിന്റെ മനസ്സിനെ വല്ലാതെ സാത്താൻ മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ അതിനെ ജയിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നീ തന്നെ ജയിക്കേണ്ട, നീ തന്നെ പ്രാർത്ഥിച്ച് ജയിക്കേണ്ട ചില മണ്ഡലങ്ങൾ ഉണ്ട്. നീ അതിൽ ജയിച്ചാൽ മാത്രമേ സ്തോത്രം മറിയെടുക്കേ. ദൂതൻ വന്ന് എന്താ പറഞ്ഞേ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. 2025 എഴുതി വെച്ചോ. നീ 2025 സ്തോത്രം ചില പുതുവഴികൾ നിനക്ക് ദൈവം തുറക്കാൻ പോകുകയാ. സ്തോത്രം അന്യഭാഷകളിൽ നീ സംസാരിക്കാൻ പോകുകയാ. സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകളും ശബ്ദങ്ങളും നീ കേൾക്കും. അതുകൊണ്ടല്ലേ വചനം പറയുന്നേ, ചെവി ഉള്ളവൻ കേൾക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും കിട്ടാത്തൊരു കൃപ, ആർക്കും കിട്ടാത്തൊരു കൃപ. എങ്ങനെ കിട്ടി? എല്ലാവരിലും പോയി ദൂതൻ സംസാരിച്ചെന്ന് പറയുന്നില്ലല്ലോ. അന്നേരം തന്നെ ജോസഫിനോടും ദൂതൻ സംസാരിക്കുന്ന, നീ മറിയെ എടുക്കാൻ ശങ്കിക്കരുത്. ദൂതൻ ഇറങ്ങി വന്നിട്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാണോ സംസാരിച്ചേ? ആണോ? ഞാൻ ജോസഫിനോട് സംസാരിക്കാൻ പോകുന്നു, അവൻ സത്യസന്ധനും നീതിമാനുമാണ് എന്നൊന്നും പറഞ്ഞില്ല.
അവൻ്റെ വേദനയ്ക്കകത്ത്, ആ പ്രയാസത്തിനകത്ത് ദൂതൻ ഇറങ്ങി സംസാരിച്ചെങ്കിൽ 2022-23 കാലഘട്ടത്തിൽ നീ തീ പോലെ ജ്വലിച്ച, ഒത്തിരി മെസ്സേജ് പ്രസംഗിച്ച, ഒത്തിരി അത്ഭുതങ്ങൾ നിന്റെ കണ്ണാലെ കണ്ട്, പ്രസംഗം കേട്ടവരുടെ അത്ഭുതം കണ്ട് നിന്നോട് ദൈവാത്മ പറയുന്നു, മടങ്ങിവാ, നീ മടങ്ങിവാ. സ്തോത്രം. നിന്റെ പ്രാർത്ഥന, നിന്റെ വചനധ്യാനം എല്ലാം ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ന് ഇരുന്ന് ജയിച്ചേ പറ്റൂ. സ്തോത്രം. അതുകൊണ്ടല്ലേ പാസ്റ്റേഴ്സിനെ തമ്മിൽ സ്തോത്രം പോലും പറയാൻ വിടാത്ത രീതിയിൽ ഈ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്ന, വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ പോലും സ്തോത്രം പറയാതെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന, ആത്മീയര കൂടെ നടന്ന് ആത്മീയ ലെവൽ വന്ന് ആത്മീയതയ്ക്കകത്തിരുന്ന വ്യക്തികൾ പോലും ഈ 2024 കണ്ടാൽ പോലും സംസാരിക്കാത്ത രീതിയിൽ സാത്താനാക്കി വെച്ച്, അതിന് നമ്മൾ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പുറപ്പാടിലെ 1-2 അധ്യായത്തിൽ പറയുന്ന, ഇവർ പെരുകി, ഇവർ ആമേൻ സ്തോത്രം ഒത്തിരി വളർന്നു. 70 പേരായിട്ട് കയറിപ്പോയത്. ആദ്യം പോയത് ജോസഫാ, പിന്നെ സഹോദരങ്ങൾ, അപ്പൻ 70 പേര്. ആ 70 പേര് വളർന്നു. സ്തോത്രം. പക്ഷെ അവിടെ പറയുന്നു, ആ കഷ്ടതയിൽ അവർ ദൈവത്തെ നിലവിളിച്ചു. ദൈവം ഇറങ്ങി വന്നു, ഒരു മോശയോട് സംസാരിച്ചു, മോശെ, അവരെ വിടിവിക്കാൻ നീ പുറത്തു വാ. കണ്ട. പക്ഷെ ഈ മോശയെ വിളിക്കുമ്പോൾ മോശ ഏത് ലെവലില്ല? ഒരു മിസ്രൈമിനെ കൊന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ കൊലപാതകം അവൻ്റെ ഹൃദയത്തെ ആകപ്പാടെ ഒലച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരൊറ്റ വാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പല വാക്കുകളിൽ നിന്നെ ഒലച്ചു, പല വിഷയത്തിൽ നിന്നെ ഒലച്ചു, പല ഫ്രണ്ട്സുകളിൽ നിനക്ക് സ്തോത്രം ഭൂതമുണ്ട്, നിന്റെ അന്യഭാഷ ശരിയല്ല, നിന്റെ പ്രാർത്ഥന ശരിയില്ല എന്ന് പറഞ്ഞ മുറിവുകൾ നിനക്കുണ്ട്. അത് സാത്താൻ ഇട്ടത്. ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യർ നിന്നോട് പലതും സംസാരിക്കും. നീ അതിനൊക്കെ എന്തിനാ ചെവി കൊടുക്കുന്നേ? സ്തോത്രം. നീ അതിനെന്തിനാ ചെവി കൊടുക്കുന്നേ? നീ ചെവി കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവിനാണ്. അതല്ലേ യേശു പറഞ്ഞേ, അവൻ എങ്കിൽ നിന്നെടുത്ത് നിങ്ങളോട് സംസാരിക്കും. ഈ 2025 ഈ വാക്ക് സ്തോത്രം നീ വിശ്വസിച്ച് മുമ്പിലോട്ട് നടക്കുക. നിനക്ക് പുതിയ വാതിലുകൾ എൻ്റെ ദൈവം തുറക്കും. നീ കാണാത്തതിനെ ആത്മീയ കണ്ണുകൊണ്ട് കാണും. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവിനോട് പറഞ്ഞത് എലീശായ്ക്കിടെ മേൽ പുതപ്പിടാൻ. ഒരു കൃഷിക്കാരൻ, അവൻ എന്തോ ജോലി ചെയ്യും? ഏലിയാവിന് ചോദിക്കാൻ വരുന്നത്, ഈ കൃഷിക്കാരൻ എന്ത് ജോലി ചെയ്യാനാ? കാരണം അങ്ങനെയൊന്നും ചോദിക്കാൻ ഏലിയാവ് മുതിർന്നില്ല. സംഭവം എന്നറിയാമോ? വിളിച്ചവൻ വിശ്വസ്തൻ, അവനറിയാം. ഞാൻ ചോദിക്കട്ടെ, കൃഷി ചെയ്തുകൊണ്ട് നിന്ന ഏലീശയ്ക്ക് അറിയാമായിരുന്നോ ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം വീഴുമെന്നും ആ രാജ്യത്ത്, ആ ദേശത്ത് ദൈവത്തിൻ്റെ ദൂതറിയിക്കുന്ന ഒരു പ്രവാചകനാകുമെന്ന്? അവൻ കാളകളെ ഉഴുതു നടന്ന് കൃഷിപ്പണി ചെയ്തവൻ. ഇനി ഏലിയാവ് സ്തോത്രം ആ പുതപ്പിടുമ്പോൾ അങ്ങനെ തട്ടിക്കളയുന്നില്ല. മനസ്സിലാക്കുക. ദാവീദ് നോക്ക്, തൻ്റെ ജനനം മുതലേ ആടുകളെ മേച്ചോണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിൻ്റെ രാജാവാകുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ച. ഇതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ശ്രദ്ധിക്കേ. നീ തീക്കനലായി നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്ന, ഇപ്പോൾ അത് തണുത്ത് പോയി. നോ, അത് ഊതിക്കത്തിക്കേ. അടുപ്പിലിരുന്ന് ഊതിക്കത്തിക്കുന്ന അരിമാരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഒരു ഒറ്റ ചിന്തയുള്ളൂ, ഈ കലത്തിൽ കിടക്കുന്ന അരി വെന്താലേ ഞങ്ങൾക്ക് ചോറാക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കും നിങ്ങൾ. 2025 നീ ഒരു തീക്കനലായി തന്നെ മുമ്പിലോട്ട് വരണം. ഏതൊക്കെ പാസ്റ്ററിനോട് കൂടി നിനക്ക് ഹൃദയത്തിൽ കൈപ്പുണ്ടോ അവരോട് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുക. നേരിട്ട് ക്ഷമ ചോദിക്കാനല്ല പറഞ്ഞേ, ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചിട്ട് അവരായിട്ട് വീണ്ടും ഇണചേരാൻ നോക്കുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്ക്, ചില അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ടല്ലേ യോഹന്നാൻ, പത്രോസ്, ഞങ്ങളെ നോക്ക്. ഒരിക്കലും പാസ്റ്റർമാരുടെ കൂട്ടായ്മയെ പൊളിക്കാൻ ഇനി അനുവദിക്കരുത്. നിങ്ങളുടെ ഐക്യതയാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളെ സ്തോത്രം ദേശങ്ങളിൽ കാണാൻ ഉള്ളത്. വിശ്വാസികളോടും പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരു ചർച്ചിൽ ആരൊക്കെ പിണക്കൊണ്ട് അവരോട് നീ നിരപ്പാകണം. ഒരു ദിവസത്തേക്കല്ല, കാരണം വലിയ ദൗത്യം നിന്നിലുണ്ട്. അത് നിറവേറണം. ദേശത്തെ പിടിച്ചടക്കണമെങ്കിൽ ഐക്യതയും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ഹല്ലേലൂയ. ശ്രദ്ധിക്ക്, 99 ആടുകൾ തെറിച്ച് പോയില്ല. എന്താ കാര്യം? നല്ലൊരു ഇടയാൻ. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നല്ല പാസ്റ്റർമാരുണ്ട്, ആത്മീയതയിൽ നിങ്ങളെ വളർത്തിയ പാസ്റ്റർമാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്ക്. വീണ്ടും നിങ്ങളുടെ മേൽ ആ അഭിഷേകത്തെ കത്തിക്ക്. ദേശത്തിനു വേണ്ടി നെടുമ്പാട കരയെ ദൈവവേലയ്ക്ക് വേണ്ടി 2025 ചില തീരുമാനങ്ങൾ എടുക്കുക. വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.